ജോ ഞാൻ കുരങ്ങന്റെയും മുതലയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്തൊരു വലിയ കാടുണ്ടായിരുന്നു. ആ കാടിന് നടുവിൽ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദിയുടെ ഒരു വയസ്സനായ മുതൽ താമസിച്ചിരുന്നു. അത് വയസ്സനായതുകൊണ്ട് അതിന് വേട്ടയാടാൻ കഴിഞ്ഞില്ല. അങ്ങനെ തടാകക്കരയിൽ ഒരു മരത്തിൽ അത് വിശ്രമിച്ചു. ആ മരത്തിന് മുകളിൽ ഒരു കുരങ്ങൻ പഴം തിന്നുകയായിരുന്നു. മുതല ചോദിച്ചു, കുരങ്ങ, എനിക്ക് പഴങ്ങൾ തരുമോ? എനിക്ക് വിശന്നിട്ടു വയ്യ, എന്തെങ്കിലും താ. അപ്പൊ കുരങ്ങ പറഞ്ഞു, ദാ ഇത് മധുരമുള്ളതാണ്, ദാ നീയും കഴിച്ചോ. അങ്ങനെ ആ പഴങ്ങളൊക്കെ കുരങ്ങ സന്തോഷത്തോടെ മുതലയ്ക്ക് ഇട്ടു കൊടുത്തു. മുതലാണെങ്കിലോ അത് ഓരോന്നായിട്ട് തിന്നു. ഓ, ഇത് ഭയങ്കര മധുരമുള്ള പഴങ്ങളാണല്ലോ, നീ എന്നെ രക്ഷിച്ചു, നന്ദി. അങ്ങനെ മുതൽ വിശക്കുമ്പോഴും കുരങ്ങന്റെ അടുത്തേക്ക് വരും. കുരങ്ങൻ ഭക്ഷണം എടുത്തു കൊടുക്കും. അവര് ഭയങ്കര കൂട്ടുകാരായി. ഒരു ദിവസം മുതല കുരങ്ങന്റെ അടുത്ത് ചോദിച്ചു, കുരങ്ങ, എനിക്ക് കുറച്ച് പഴങ്ങൾ തരുമോ? ഞാൻ അതിന്റെ കൊണ്ടുപോയി എന്റെ ഭാര്യക്ക് കൊടുത്തോട്ടെ. അപ്പൊ സന്തോഷത്തോടെ കുരങ്ങൻ ആ പഴങ്ങളൊക്കെ മുതലയ്ക്ക് ഇട്ട് കൊടുത്തു. മുതലാണെങ്കിലോ സന്തോഷത്തോടെ അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. നോക്കൂ ഡാർലിംഗ്, ഞാൻ നിനക്ക് വേണ്ടി മധുരമുള്ള പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ദാ നോക്കൂ. ഓ, ഇത് ഭയങ്കര മധുരമുള്ളതാണല്ലോ, എങ്ങനെ ഇത് തിന്ന് ജീവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുരങ്ങന്റെ ഹൃദയം ഈ പഴങ്ങൾ തിന്നുമ്പോൾ എന്തൊരു മധുരമുള്ളതായിരിക്കും. എത്ര നാളായി ഞാൻ മാംസം തിന്നിട്ട്. അങ്ങനെ മുതലിച്ചന്റെ അമ്മ പറഞ്ഞു, എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും. അങ്ങനെ വയസ്സനായ മുതല വിഷമിച്ചിട്ട് കുരങ്ങന്റെ അടുത്തേക്ക് പോയി. കുരങ്ങനാണെങ്കിൽ സന്തോഷത്തോടെ പഴം തിന്നോണ്ടിരിക്കുകയായിരുന്നു. കുരങ്ങ, നിനക്ക് വേണ്ടി എന്റെ ഭാര്യ വിരുന്നൊടുക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മുതല പുറത്തു കയറി കുരങ്ങൻ മുതലച്ചന്റെ വീട്ടിൽ പോയി. അങ്ങനെ വഴിയിടയിൽ വെച്ച് ചോദിച്ചു കുരങ്ങൻ, കൂട്ടുകാരാ, നിന്റെ ഭാര്യ എന്ത് കറികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നിനക്ക് പഴങ്ങൾ ഇഷ്ടമല്ലേ? അവൾ പഴങ്ങളോട് ഓരോ കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ മുതല കുരങ്ങന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യ നിന്റെ ഹൃദയം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ കുരങ്ങൻ ബുദ്ധിശാലിയായിരുന്നു. ഓ, എന്റെ മുതലേ, നിനക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? കുരങ്ങാരുടെ ഹൃദയം മരത്തിലാണ് തൂക്കിയിടുക. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ മുതല നേരെ കുരങ്ങന്റെ മരത്തിലേക്ക് കൊണ്ടുപോയി. കുരങ്ങനാണെങ്കിലോ സന്തോഷത്തോടെ നേരെ ചാടി മരത്തിന് മുകളിൽ കയറി. എന്നിട്ട് മുതലയോട് പറഞ്ഞു, മണ്ട മുതലേ, ഹൃദയമില്ലെങ്കിൽ മനുഷ്യന്മാരോ ജീവികളോ ജീവിച്ചിരിക്കോ? ഇന്ന് ഇവിടെ കണ്ടുപോകരുത്, പൊക്കോടാ. ഈ കഥയുടെ ഗുണപാഠം ഞാൻ പറഞ്ഞു തരട്ടെ. ആപത്ത് വന്നാൽ ഒരിക്കലും പേടിക്കല്ല ചെയ്യേണ്ടത്, ബുദ്ധി ഉപയോഗിക്കണം. നന്ദി.